ശ്രീജിത് പണിക്കർ CPM-ന്റെ ന്യായീകരണത്തോട് എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ശ്രീ മഞ്ജുഷ്, CPM-ന്റെ പല നേതാക്കന്മാരുടെയും ന്യായീകരണം കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ തോന്നുന്നത് 1994 നവംബർ 25 കൂത്തുപറമ്പിൽ ഉണ്ടായ ദാരുണമായിട്ടുള്ള സംഭവം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ബാധ്യതയായി മാറിയെന്നാണ്. എല്ലാ കാലവും CPM ഇതിൽ വിപ്ലവ വീര്യത്തിൻ്റെ രക്തസാക്ഷികളെക്കുറിച്ച് ഒക്കെ തന്നെ അവരെ പറ്റി പറയുന്നതിന് വേണ്ടിയിട്ടും നിശ്ചയദാർഢ്യത്തിനെ പറ്റി പറയുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയാണ് ആ 5 രക്തസാക്ഷികളെക്കുറിച്ചും ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്ന പുഷ്പനെക്കുറിച്ചും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള നയം എന്തായിരുന്നു? ആ കാര്യത്തിൽ തിരുത്തൽ വന്നു. അന്ന് വളരെ ബെലിജറൻ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് പ്രദർശിപ്പിച്ചു എന്ന് പറയപ്പെട്ടിരുന്ന ആള് ശ്രീ MV രാഘവൻ, അദ്ദേഹത്തിനോടുള്ള നിലപാട് മാറി. റവാഡ ചന്ദ്രശേഖർ, അന്ന് രവതയായിരുന്നു, റവാഡ ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥനെ പല രീതികളിൽ എതിർത്തു. ഇന്ന് അത് മാറ്റി. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുഷ്പൻ എന്തിനാണ് 30 വർഷം അവിടെ കിടന്നു പോയത് എന്നുള്ളൊരു ചോദ്യം മാത്രം ബാക്കിയാണ്. കാരണം രക്തസാക്ഷിയായ ആൾക്കാരുടെ ജീവൻ അന്ന് അവസാനിച്ചു എന്ന് നമുക്കറിയാം. പക്ഷെ ഇതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായി കഴിഞ്ഞ വർഷം വരെ അവിടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പുഷ്പൻ എന്ന് പറയുന്ന വ്യക്തിയോട്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട്, ഈ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളോട് CPM ഇനി എന്തു പറയും? കാരണം അതിന് ആസ്പദമായിട്ടുള്ള നയം മുതൽ അതിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കാര്യത്തിൽ വരെ CPM-ന്റെ ഭാഗത്ത് നിന്ന് യൂട്ടേൺ വന്നു. അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയല്ലേ റവാഡ ചന്ദ്രശേഖരന് പങ്കില്ല കൂത്തുപറമ്പ് വെടിവെപ്പിൽ എന്ന നിലപാട് ഇപ്പോൾ CPM എടുത്തിരിക്കുന്നത്? അതിന് പത്മനാഭൻ കമ്മീഷനെയും അതുപോലെ തന്നെ ഹൈക്കോടതി വിധിയെയുമാണ് ആശ്രയിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ വലിയൊരു ചോദ്യം പിന്നെയും ബാക്കിയാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ പത്മനാഭൻ കമ്മീഷന്റെ റിപ്പോർട്ട് വരുന്നത് എന്താണ്? 1997 അതിനുശേഷം പിന്നെയും എന്തുകൊണ്ടാണ് ഒരു പ്രൊലോങ്ഡ് ലീഗൽ ബാറ്റിൽ ഇവിടെ വേണ്ടി വന്നിരുന്നത്? ആരാണ് ആ പ്രൈവറ്റ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരുന്നത്? ആരുടെയൊക്കെ ലീഗൽ ബാക്കിംഗ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു? ഈ ചോദ്യങ്ങളുടെ എല്ലാം മറുപടി CPM പറയണം. ഇന്നേ വരെ റവാഡ ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നോ റവാഡ ചന്ദ്രശേഖരനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ തെറ്റായിപ്പോയി എന്നോ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ് പത്മനാഭൻ കമ്മീഷൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം, അതിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് റവാഡ ചന്ദ്രശേഖരന്റെ പേരിൽ കുറ്റമൊന്നുമില്ല എന്ന് കണ്ടെത്തിയത് കൊണ്ട് മാത്രം അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് ന്യായീകരിക്കുന്നത്. ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കേരളത്തിൽ ഇത്ര പോപ്പുലർ ആയത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കും മഞ്ജുഷ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ന്യായങ്ങൾ പോലെ സർവീസിൽ തലേ ദിവസം മാത്രം ജോയിൻ ചെയ്ത് ഇവിടെ കണ്ണൂരിൽ വന്നിരിക്കുന്ന ഒരാൾ, മലയാളി അല്ലാത്ത ഒരാൾ, നമ്മുടേതായിട്ടുള്ള പേരല്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാളിന് വെടിവെപ്പിൽ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ആ പേര് പ്രശസ്തമാകുന്നത്? നമുക്ക് അവിടെ ഉണ്ടായിരുന്ന മറ്റു പേരുകൾ, അവിടെ ഉണ്ടായിരുന്ന SP കുറിച്ചോ DYSP ആയിരുന്ന ഹക്കീം ബത്തേരിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ ഓർഡർ ഇട്ടിരിക്കുന്ന മജിസ്ട്രേറ്റിനെ കുറിച്ചോ ഒക്കെ നമുക്ക് പറയാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഉദ്യോഗസ്ഥന്റെ പേര് എങ്ങനെയാണ് കേരളത്തിൽ അദ്ദേഹം സർവീസിൽ കയറിയതിന്റെ പിറ്റേ ദിവസം മുതൽ പ്രശസ്തമാകുന്നത് അല്ലെങ്കിൽ കുപ്രസിദ്ധി നേടുന്നത് എന്നാലോചിച്ച് നോക്കുക. കാരണം അന്ന് മുതൽ DYFI-ക്കാരും CPM-കാരും ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ കൂടിയാണ്. അനാവശ്യ ബലപ്രയോഗം, രാഷ്ട്രീയമായിട്ടുള്ള ചായ്വ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൽ ആരോപിച്ചതാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ പത്മനാഭൻ കമ്മീഷൻ ഇത് പറഞ്ഞതിന് ശേഷവും പിന്നീട് ഇദ്ദേഹത്തിനെതിരെ കോടതിയിലേക്ക് പോയിരുന്ന ചാർജുകൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്ക്. IPC 324, 326 ആയുധം ഉപയോഗിച്ചുകൊണ്ട് അപകടകരമായ രീതിയിലത്തേക്കുള്ള ബലപ്രയോഗം, 307 അറ്റംപ്റ്റ് ടു മർഡർ, 302 മർഡർ, ഈ ചാർജുകളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ സമയത്ത് CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും പറഞ്ഞത് നമുക്ക് കാണിച്ചു തരാൻ കഴിയുമോ?